പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേൾക്കുന്നതിനായി ദൈവനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാനായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. രോഗങ്ങളാലും ദുഃഖങ്ങളാലും പലവിധമായ പ്രശ്നങ്ങളാൽ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാകാം. ചിലർക്ക് ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളുടെ ഒരു നിര തന്നെയാകാം. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ മരവിച്ച്, നമ്മുടെ ജീവിതം തന്നെ നമുക്ക് നിരാശയിലാണ്ട്, മനസ്സ് നഷ്ടപ്പെട്ട് നമുക്ക് മരിച്ചേക്കാമെന്ന് പോലും ഒരു തോന്നലുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സഹനങ്ങളെ കൃപകളാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് സഹനങ്ങളിലൂടെ മാത്രമേ നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സഹനങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയാകുന്ന ആയുധം കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട്, കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ അവിടെ നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാൽ അതെല്ലാത്തിനുമുള്ളൊരു പരിഹാരമാണെന്ന് നമ്മൾ വിചാരിച്ചാൽ അതൊരിക്കലും ശരിയാകുകയില്ല. ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷനല്ല, ഒരു പ്രശ്ന പരിഹാരമല്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നോക്കി ഭയപ്പെടാതെ, ആ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിയിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ മുട്ടുകൾ മടക്കി കൈകൾ വിരിച്ച് പിടിച്ച് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറിപ്പോകും. അപ്പോൾ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ സമയവും കടന്നു പോകും. നമ്മൾ ആ അഭിമുഖീകരിക്കുന്ന ആ ഒരു സമയം അത് കടന്നു പോകും, അല്ലാതെ അത് അവിടെ നമ്മളെ പിടിച്ചവിടെ നിർത്തുകയില്ല. ആ സമയം കടന്നു പോകും. ആ കടന്നു പോകുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ആ സമയം നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ നമുക്കവിടെ വിജയിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമുക്കുണ്ടാകുന്ന മൊത്തം കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് ആശ്വാസം കണ്ടെത്താമെന്നുള്ള രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാക്കിയുള്ള പ്രശ്നങ്ങൾ കൂടുകയല്ലാതെ ഒരിക്കലും കുറയാനായിട്ട് പോകുന്നില്ല. ഇവിടെ നമ്മുടെ മനസ്സും ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അതിൽ സങ്കീർത്തനങ്ങൾ 119:70 പറയുന്നുണ്ട്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. അപ്പം ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറേ സഹനങ്ങൾ, കുറേ ദുരിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് വഴിയാണ് ഞാൻ ഇത്രയേറെ ദൈവത്തോട് അടുക്കുവാനായിട്ടും ഇത്രയേറെ പ്രാർത്ഥിക്കുവാനായിട്ടും പഠിച്ചത്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിന്, ആ സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക്, ആ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ അടുപ്പിക്കാനായിട്ട് ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ, ചില സഹനങ്ങൾ നമുക്ക് അനുവദിച്ച് തരുന്നതാണ്. അത് നമുക്ക് അന്നേരം നമുക്ക് ബോധ്യം വരികയില്ല. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവുന്നത്. കാരണം എല്ലാം നമ്മുടെ നന്മയ്ക്കായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പം അങ്ങനെ ജീവിതത്തിൽ എന്ത് വന്നാലും, എന്ത് പ്രയാസമുണ്ടായാലും നമ്മൾ നമ്മുടെ മുറിയിൽ കതകടച്ച്, അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു മല പോലെ വരുന്ന പ്രശ്നം ഒരു പൂ പോലെ മാറിപ്പോകും. അപ്പം അങ്ങനെ ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും മുൻപോട്ട് വന്ന് കൂടുതൽ പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെറിയ തോതിലെങ്കിലും എനിക്ക് കുറച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് കുറച്ച് വചനം പറയുവാനായിട്ടുള്ള ഒരു കൃപയും ദൈവം ഈ പാപിയായ എൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ്
ഞാൻ പറയുന്നത്, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ അഭിമുഖീകരിച്ച് തളർന്നു പോകാതെ ആ പ്രശ്നത്തെ നമ്മുടെ അടുത്തു നിന്നും മാറ്റി നിർത്തിയിട്ട് ആ പ്രശ്നങ്ങളിലും നോക്കാതെ ഈശോയോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സങ്കീർത്തനങ്ങൾ 116:1 നമുക്ക് പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളൊക്കെ വെച്ചും അല്ലാതെ നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനമാണ്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം, പ്രാർത്ഥനയുടെ സ്വരം നമ്മുടെ കർത്താവ് കേൾക്കും. സങ്കീർത്തനങ്ങൾ പറയുന്നു, സങ്കീർത്തകൻ പറയുകയാണ് 116:1 ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. അപ്പോൾ ഈ ഒരു വചനമുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തികൾ, കാരണം ദൈവം സർവശക്തനാണ്, അത്യുന്നതനാണ്, മഹോന്നതനാണ്, സർവാധിപനാണ്, സർവശക്തനാണ്. ആ ദൈവത്തെ വണങ്ങി ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സഹനങ്ങളും നമുക്ക് കൃപകളായിത്തീരും. വചനം ശ്രവിക്കുന്ന എല്ലാവരെയും കുടുംബത്തെയും പൂർണ്ണമായും യേശുവിൽ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, ഇത് കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും ഒരു ആശ്വാസമായി, ഒരു ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റായി നീ അവരുടെ ഹൃദയങ്ങളിലേക്ക് ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.